ഹായ് എവരി വൺ, വെൽക്കം ബാക്ക്. ദിസ് ഈസ് റാഷിദ് ഫ്രം മോട്ടീസ് അക്കാഡമി. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ബൂട്ട് സ്ട്രാപ്പിൻ്റെ ഫീച്ചേഴ്സ് എങ്ങനെ നമ്മളുടെ വെബ്സൈറ്റിലേക്ക് നമുക്ക് കൊണ്ടുവരാം എന്നുള്ളതാണ്. സോ ബൂട്ട് സ്ട്രാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമുക്ക് വളരെ അട്രാക്റ്റീവായിട്ട് ഫ്രണ്ട് പേജ്, അതായത് നമ്മളുടെ ഓരോ വെബ് പേജും ഓരോ വെബ്സൈറ്റുകളെയും ഡിസൈൻ ചെയ്യാനുള്ള CSSൻ്റെ ഒരു ഫ്രെയിം വർക്കാണ് ബൂട്ട് സ്ട്രാപ്പ് എന്ന് പറയുന്നത്. സോറി, ഈ ബൂട്ട് സ്ട്രാപ്പിൻ്റെ വേറൊരു ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അത് മൊബൈൽ ഫ്രണ്ട്ലിയാണ്. മൊബൈൽ ഫ്രണ്ട്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ബൂട്ട് സ്ട്രാപ്പ് വെച്ചിട്ട് നമ്മളൊരു വെബ്സൈറ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്തു. അത് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് നമ്മളുടെ ലാപ്ടോപ്പിലോ കമ്പ്യൂട്ടറിലോ നമുക്ക് എന്താണ് ഇതുപോലെ കാണാൻ വേണ്ടി പറ്റും. പിന്നെ നമ്മൾ മൊബൈൽ വ്യൂവിൽ നമ്മൾ ക്ലിക്ക് പോകുന്ന സമയത്ത് ഒരു മൊബൈലിലാണ് നമ്മൾ വ്യൂ ചെയ്യുന്നതെങ്കിൽ നമുക്ക് എന്താണ് ഇതുപോലെ ചെയ്യാൻ വേണ്ടി പറ്റും. ഇതിന് കൂടുതലായിട്ട് നമ്മളൊന്നും ഒരു സ്റ്റൈലും അപ്ലൈ ചെയ്യേണ്ടതില്ല. ബൂട്ട് സ്ട്രാപ്പ് എന്ത് ചെയ്യും? ഓട്ടോമാറ്റിക്കലി അതിനെ നമ്മൾ കൊടുക്കുന്ന ക്ലാസ്സിനനുസരിച്ച് അതിനെ സെറ്റപ്പ് ചെയ്യും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇവിടെ വന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ റെസ്പോൺസീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എങ്ങനെയാണ് ഇപ്പോൾ ഏത് റെസൊല്യൂഷനിലും നമുക്ക് എന്ത് ചെയ്യും? അത് റെസ്പോൺസീവായിട്ട് നമുക്കത് കാണിച്ചു തരും. ഇപ്പോൾ ഇവിടെ കണ്ടോ, ഇത്ര വിട്ടുള്ള ഒരു സ്ക്രീൻ ആണെങ്കിൽ, ഇപ്പോൾ ടാബ് ആണെങ്കിൽ എന്താണ് ഇതിൽ വന്നിട്ടുള്ളത്? ഈ ഒരു ബട്ടണും സെയിം ലൈനിലാണ്. ഇനി മറിച്ച് അത് നമ്മൾ ഒന്നും കൂടി ചെറിയ ഫോണിലാണ് കാണുന്നതെങ്കിൽ, ഇപ്പോൾ ഐഫോണിലാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ കണ്ടോ രണ്ടും രണ്ട് ലൈനിലായിട്ട് നമുക്ക് എന്ത് ചെയ്തു? അത് ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചു തന്നു. ഈ പേജിൻ്റെ ഓരോ ഫീച്ചേഴ്സും അങ്ങനെ തന്നെ ആയിരിക്കും. ഓക്കെ, ഇനി നമുക്ക് ഐഫോൺ വേണ്ട വേറെ ഏതെങ്കിലും ഗാലക്സി, അതുപോലെ അസൂസ്, സാംസങ്ങിൻ്റെ ഫോണാണെങ്കിൽ ഇതുപോലെ ആയിരിക്കും അത് ഡിസ്പ്ലേ ചെയ്യുക എന്നുള്ളത് നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. അപ്പോൾ ബൂട്ട് സ്ട്രാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മൊബൈൽ ഫ്രണ്ട്ലി ആയിട്ട് ഏത് സ്ക്രീൻ സൈസിനും ഏത് സ്ക്രീൻ റെസല്യൂഷനും ആവശ്യമായ രീതിയിൽ നമ്മളുടെ വെബ്സൈറ്റിനെ അത് ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്യും? ഡിസൈനെ എല്ലാം അത് സ്കെയിൽ ചെയ്ത് നമുക്ക് നമ്മളെ യൂസർക്ക് കാണിച്ചു കൊടുക്കും. അപ്പോൾ ഈ ബൂട്ട് സ്ട്രാപ്പിന് നമ്മൾ എന്ത് ചെയ്യണം? നമ്മളുടെ വെബ്സൈറ്റിലേക്ക് നമ്മൾ അതിൻ്റെ ഫീച്ചേഴ്സ് കൊണ്ടുവരണം. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ട എന്താണ്? ഈ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക, www.getbootstrap.com എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഇങ്ങനൊരു വെബ്സൈറ്റ് കിട്ടും. ഈ വെബ്സൈറ്റിൽ ഡോക്സിൽ പോവുക. ഡോക്സിൽ പോയി കഴിഞ്ഞാൽ റൈറ്റ് സൈഡിൽ നിങ്ങൾക്ക് എന്ത് കാണാൻ വേണ്ടി പറ്റും? CDN ലിങ്ക് എന്ന് പറഞ്ഞിട്ട് കാണാൻ വേണ്ടി പറ്റും. ആ CDN ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ ഒരു പോർഷനിലാണ് അത് സെലക്ട് ചെയ്ത് വന്ന് നിൽക്കുക. സോ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഒരു ബൂട്ട് സ്ട്രാപ്പിൻ്റെ മിനിമൈഡ് വേർഷനായിട്ടുള്ള ഈ ഒരു ലിങ്കും അതുപോലെ തന്നെ അതിൻ്റെ ബണ്ടിൽ, ജാവാസ്ക്രിപ്റ്റ് ബണ്ടിൽ, ഇത് വർക്ക് ചെയ്യാൻ ഒരു ജാവാസ്ക്രിപ്റ്റ് കോഡും കൂടിയും വേണം. ആ കോഡിൻ്റെ ലിങ്കും എന്ത് ചെയ്യണം? നമ്മളുടെ വെബ് പേജിൽ നമ്മൾ ഇൻസേർട്ട് ചെയ്യണം. സോ അതെങ്ങനെ ഇൻസേർട്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓൾറെഡി നമുക്ക് എന്താണ് ഇവിടെ നമ്മൾ ചെയ്തു വെച്ചിട്ടുള്ള, ഫോർ എക്സാമ്പിൾ ഈ ഒരു സംഭവത്തിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്തു വെച്ചിട്ടുള്ള ഒരു കോഡ് നമ്മളെ കയ്യിലുണ്ടല്ലേ? നമ്മൾ CSSഉം HTML ഒക്കെ പഠിച്ചപ്പോൾ നമ്മൾ എന്ത് യൂസ് ചെയ്തിട്ടുണ്ട്? ഇങ്ങനെ ഒരു കോഡിങ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിലെന്താണ് ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ട് കളർ വരാൻ, ബട്ടൺ വരാൻ, ബട്ടൻ്റെ സ്റ്റൈലുകളൊക്കെ നമ്മൾ മാറ്റി ഡിഫോൾട്ട് ബട്ടന് ഒരു രീതിയിലായിരിക്കും വരിക. സോ നമുക്ക് വേണ്ട രീതിയിൽ നമ്മൾ ആ ബട്ടനെ കസ്റ്റമൈസ് ചെയ്തു. ആ കസ്റ്റമൈസ് ചെയ്തത് എങ്ങനെയാണ്? നമ്മൾ ഈ സ്റ്റൈൽ എന്ന് പറയുന്ന ഈ ടാഗിൻ്റെ ഉള്ളിൽ കൊടുത്തിട്ടുള്ള ഈ ഒരു CSS യൂസ് ചെയ്തിട്ടാണ്. സോ ബൂട്ട് സ്ട്രാപ്പ് യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്കെന്താണ് ഇത്തരത്തിലുള്ള സ്റ്റൈലുകളെ നമുക്ക് എന്ത് വേണ്ട യൂസ് ചെയ്യേണ്ടതായിട്ട് വരില്ല. ചിലപ്പോൾ ചില ഘട്ടങ്ങളിൽ മാത്രം നമുക്ക് എന്ത് ചെയ്താൽ മതി? അത് യൂസ് ചെയ്താൽ മതി. സോ ഞാൻ എന്ത് ചെയ്യാണ്? നമ്മളതിൽ കൊടുത്തിട്ടുള്ള നമ്മളുടെ അഡീഷണൽ കാര്യങ്ങളൊക്കെ ഞാൻ എന്ത് ചെയ്യണം? ഓക്കെ, A to Z ഞാൻ ഡിലീറ്റ് ചെയ്യണം. അതിൻ്റെ സ്ട്രക്ചർ മാത്രം കീപ്പ് ചെയ്യുന്നു. ഫസ്റ്റത്തെ ഡിവിഷനും വെച്ച് ഞാനെല്ലാം എന്ത് ചെയ്തു? ഡിലീറ്റ് ചെയ്തു, റിമൂവ് ചെയ്തു. അപ്പോൾ ബോഡി ഇത് ഇനി നമ്മളതിനെ സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കെന്താണ്? ജസ്റ്റ് വെൽക്കം ടു ബൂട്ട് സ്ട്രാപ്പ് എന്ന് പറഞ്ഞാൽ ഈ ടൈറ്റിൽ മാത്രം നമുക്ക് എന്ത് ചെയ്തു? അവിടെ ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചു തന്നു. സോ എങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? ബൂട്ട് സ്ട്രാപ്പിനെ നമ്മുടെ വെബ്സൈറ്റിലേക്ക് കൊണ്ടുവരാം എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിനെന്താണ്? ഇപ്പോൾ നമ്മൾ ഈ പേജിൽ വന്നില്ലേ? ഇപ്പം ഞാൻ പറഞ്ഞു ഈ രണ്ട് സംഭവം കൂടി നമ്മളുടെ വെബ് പേജിലേക്ക് നമുക്ക് എന്ത് ചെയ്യണം? ഇൻസേർട്ട് ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പോൾ അത് വലിയ ഒരു സ്ക്രീനിലാണ് കാണുന്നെങ്കിൽ ഇങ്ങനെ കാണുക. ഇപ്പോൾ ഉണ്ടോ, നമ്മളതിന് ഇതിന് വേണ്ടിയിട്ട് ഞാൻ സ്ക്രീനൊന്ന് റീസൈസ് ചെയ്യാണ്. സോ നമുക്ക് എങ്ങനെ കാണാൻ വേണ്ടി പറ്റി? ഈ ഒരു സ്ക്രീൻ ലെവലിൽ കാണാൻ വേണ്ടി പറ്റി. ഇനി
നമുക്ക് എന്ത് ചെയ്യണം? ഈ ഒരു സംഭവത്തിനെ നമ്മളുടെ ഹെഡ് ടാഗിൻ്റെ ഉള്ളിൽ കൊണ്ടുവരണം. സോ ഹെഡ് ടാഗ് എന്തിനാണ്? ഇത്തരത്തിലുള്ള കാര്യങ്ങളെ നമ്മളുടെ വെബ്സൈറ്റിലേക്ക് എന്തെങ്കിലും പർട്ടിക്കുലർ ഫ്രെയിം വർക്കുകളെ കോൺഫിഗർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ഇത്തരത്തിലുള്ള ടാഗുകൾ യൂസ് ചെയ്യുന്നത്. ആ ടാഗ് നമ്മൾ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്? ഫസ്റ്റ് നമ്മൾ എന്ത് വേണം? നമുക്ക് വേണ്ട എന്താണ്? ഇതിൻ്റെ ഡോക് ടൈപ്പ് HTML ആണ് എന്ന് നമ്മളതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞു കൊടുക്കണം. എന്തിലാണെങ്കിൽ ബൂട്ട്സ്ട്രാപ്പിലാണെങ്കിൽ ഇങ്ങനെ എന്ത് ചെയ്യണം? ഇവിടെ ഒരു ഇതിനെന്താ പറയുക, എക്സ്ക്ലമേഷൻ മാർക്ക് ഇട്ട് ഡോക് ടൈപ്പ് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞു കൊടുത്തു. എന്നിട്ട് എന്ത് ചെയ്തു? ടൈറ്റിലൊക്കെ എഴുതിയതിന് ശേഷം അതിൻ്റെ HTML ഉള്ളിൽ നമ്മൾ എന്ത് പറയണം? നമ്മളുടെ ബൂട്ട്സ്ട്രാപ്പിൻ്റെ ഈ ഒരു മിനിമൈഡ് വേർഷൻ നമ്മൾ എന്ത് ചെയ്യണം? കൊണ്ടുവന്നിടണം. അത് കൊണ്ടുവന്നിടേണ്ടത് ലിങ്ക് എന്ന് പറയുന്ന ടാഗിൻ്റെ ഉള്ളിലാണ്. എങ്ങനെയാണ് അത് കൊണ്ടുവന്നിടുക? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ ഇവിടെ നിന്ന് എളുപ്പത്തിന് വേണ്ടിയിട്ട് കോപ്പി പേസ്റ്റ് ചെയ്യാണ്. ലിങ്ക് എന്ന് പറയുന്ന ടാഗിൻ്റെ ഉള്ളിൽ എന്ത് പറഞ്ഞു? അതിൻ്റെ HREF ഹൈപ്പർ ടെക്സ്റ്റ് റെഫറൻസ് എന്നാണ് ഇതിന് പറയുക. അതിൻ്റെ HREF എന്ന് നിങ്ങൾ ഷോർട്ടായിട്ട് നമുക്ക് പറയാം. പിന്നെ അതിൻ്റെ റിലേഷൻ എന്ന് പറയുന്നത് എന്താണ്? സ്റ്റൈൽ ഷീറ്റ് ആയിരിക്കും. സോ നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ കോപ്പി ചെയ്തിട്ട് നമ്മളുടെ HREFൻ്റെ ഉള്ളിലേക്ക് കൊടുന്നിടണം. സോ നമ്മൾ കൊടുന്നിട്ടു. ഇതൊരൊറ്റ ലൈനിലാവും, ഇങ്ങനെ ആയിരിക്കും. ഓക്കെ. ഇനി എന്താണ് നമുക്ക് വേണ്ടത്? രണ്ടാമത് ഈ ജാവാസ്ക്രിപ്റ്റ് ബണ്ടിലിനെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളുടെ പ്രൊജക്റ്റിൽ ഇൻക്ലൂഡ് ചെയ്യണം. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ടാഗ് സ്ക്രിപ്റ്റ് ടാഗാണ്. സോ ഇവിടെ ഞാൻ എന്ത് പറഞ്ഞു? ആ സ്ക്രിപ്റ്റ് ടാഗിനെ ഞാനിവിടെ ഇൻസേർട്ട് ചെയ്യാണ്. ഒരു ടാഗ് ഇൻസേർട്ട് ചെയ്തു. എന്നിട്ട് ഇത് പഴയൊരു ലിങ്കാണ്, ഞാൻ ജസ്റ്റ് കോപ്പി ചെയ്തപ്പോൾ അത് വരുന്നതാണ്. സോ നമ്മൾ പുതിയ CDN ലിങ്കാണ് എടുക്കുന്നത്. അത് ഞാൻ എന്ത് ചെയ്തു? ഈ SRC സ്ക്രിപ്റ്റ് വരുമ്പോൾ എന്തായിരിക്കും? ജാവാ സ്ക്രിപ്റ്റ് വരുമ്പോൾ SRC ആയിരിക്കും, സോഴ്സ് ആയിരിക്കും. ലിങ്ക് ആണെങ്കിൽ എന്തായിരിക്കും? HREF ആയിരിക്കും, ഹൈപ്പർ ടെക്സ്റ്റ് റെഫറൻസ് എന്നാണ് അതിന് പറയാം. ഓക്കെ. ഈ രണ്ട് സംഭവങ്ങളും നമ്മൾ കൊണ്ടുവന്നിട്ടു. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇതിൽ ഞാനൊരു സംഭവം, കുറച്ച് ടെക്സ്റ്റുകൾ എഴുതാൻ വേണ്ടി പോവുകയാണ്. എന്താണ് നമ്മളുടെ ടെക്സ്റ്റ്? ഇപ്പോൾ ഹെഡിങ് ടാഗൊക്കെ എല്ലാവർക്കും അറിയുന്ന സംഭവമാണ് അല്ലേ? സോ ഈ ഡിവിഷൻ്റെ ഉള്ളിൽ ഞാനൊരു ഹെഡിങ് ടെക്സ്റ്റ് കൊടുത്തിട്ടു. ഇതിന് ഞാൻ എന്ത് ചെയ്തു? ഇതിനൊന്ന് ചെറുതാക്കാം നമ്മൾക്ക്. ഓക്കെ. ഇതിന് ഞാൻ എന്ത് ചെയ്തു? ഹെഡിങ് ടെക്സ്റ്റ് കൊണ്ടിട്ടു. നമ്മളെ ഡിവിഷൻ്റെ ഉള്ളിലാണ് കൊണ്ടിട്ടത്. ഇതിനെ ഞാൻ എന്ത് ചെയ്തു? സേവ് ചെയ്ത് നമ്മൾ റിഫ്രഷ് ചെയ്യുമ്പോൾ നമ്മളുടെ ഹെഡിങ് എവിടെ വിസിബിളായി? നമ്മളുടെ വെബ് ബ്രൗസറിൽ വിസിബിളായി. ആ വിസിബിളാകുമ്പോൾ ശ്രദ്ധിക്കണം, അതിൻ്റെ ഫോണ്ടിൻ്റെ ഭംഗിയും അതിൻ്റെ ആ ഒരു ഹെഡിങ് സ്റ്റൈലും മറ്റുള്ള സാധാ CSSൽ നിന്ന് ഒരുപാട് വ്യത്യാസമുണ്ട്. ഇത് കാണുമ്പോൾ തന്നെ ഒരു ഭംഗി നമുക്ക് ഫീൽ ചെയ്യുന്നതായിരിക്കും. ഇനി നമുക്ക് ഒരു കണ്ടെയ്നറെ കൊടുക്കണം. കണ്ടെയ്നർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇതിൻ്റെ ഒരു പേരൻറ്റ് കണ്ടെയ്നറിനെ ഇപ്പോൾ നമ്മൾ നേരത്തെ ഇട്ടില്ലേ, വിട്ടും ഹൈറ്റൊക്കെ നമുക്കൊരു ഒരു സ്പെസിഫിക് ആയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. സോ നമ്മളെന്താണ് നേരത്തെ ഒന്ന് ചെയ്ത മാതിരി നമ്മൾ എന്ത് ചെയ്യേണ്ട? ഒരു CSS സ്റ്റൈല് നമ്മൾ ഡിഫൈൻ ചെയ്യേണ്ട. നമ്മളെ ഹെഡിങ് ടാഗിൻ്റെ ഉള്ളിൽ ജസ്റ്റ് നമ്മൾ ഈ ഒരു ലിങ്ക് ഇവിടെ ഇടുന്നത് മൂലം ജസ്റ്റ് ഒരു ക്ലാസ്സിനെ മാത്രം നമ്മളെന്ത് ചെയ്താൽ മതി? കോൾ ചെയ്താൽ മതി. ഞാനെന്ത് പറഞ്ഞു? ഇവിടെ കണ്ടെയ്നർ എന്ന് പറഞ്ഞിട്ടുള്ള ക്ലാസ്സിനെ വിളിച്ച് ആ ക്ലാസ്സുകളെ നമ്മൾ എന്ത് ചെയ്യണം? പഠിക്കണം കേട്ടോ. അല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല? ഇങ്ങനെ എഴുതാൻ വേണ്ടി പറ്റില്ല. അല്ലെങ്കിൽ നിങ്ങൾ ഗൂഗിൾ ചെയ്തിട്ടൊക്കെ എന്ത് ചെയ്യണം? എഴുതണം. സോ ഞാൻ ആ കണ്ടെയ്നറിനെ ഇവിടെ വിളിച്ച് ഫയൽ സേവ് ചെയ്ത് എന്ത് പറഞ്ഞു? റിഫ്രഷ് ചെയ്തു. സോ കണ്ടോ, ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്തു? ഒരു ലെഫ്റ്റ് സൈഡിൽ ഒരു പാഡിങ്ങും അങ്ങനെയുള്ള കാര്യങ്ങളും മാർജിനും എന്ത് ചെയ്തു? അപ്ലൈ ചെയ്തു. ഇനി നമുക്ക് കണ്ടെയ്നർ വേണം, ബട്ട് എന്താണ് ഈ ഒരു പാഡിംഗ് ഒന്നും ആവശ്യമില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? കണ്ടെയ്നർ ഫ്ലൂയിഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്ലാസ് അപ്ലൈ ചെയ്യാം. സോ സേവ് ചെയ്തു, റിഫ്രഷ് ചെയ്തു. സോ അതെന്തായി? അതിൻ്റെ ബേസിക് ആയിട്ടുള്ള എല്ലാ ടാഗുകളെയും അത് എന്ത് ചെയ്തു? എല്ലാ സ്റ്റൈലുകളെയും എന്ത് ചെയ്തു? റിമൂവ് ചെയ്തു. സോ ഞാനെന്താ ചെയ്യാൻ പോകുന്നത്? ഞാനൊരു കണ്ടെയ്നർ തന്നെയാണ് യൂസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. നമ്മൾ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും എന്ത് ചെയ്യാണ്?
ഒരു പാഡിങ് നമ്മൾ കൊടുത്തുകൊണ്ട് തന്നെ എന്ത് ചെയ്തു, അതിനെ യൂസ് ചെയ്യാൻ വേണ്ടി തന്നെയാണ് നമ്മൾ പോകുന്നത്. ഇനി നമുക്ക് വേണ്ടത് എന്താ വെച്ചാൽ മാർജിൻ ടോപ്പിൽ നമുക്ക് എന്ത് വേണം, ഒരു ടെക്സ്റ്റ് വേണം അല്ലേ. അതിനൊരു ഇതിപ്പോൾ നിൽക്കുന്നത് ഇതിൻ്റെ ബോഡി ഈ ഒരു ടൈറ്റിൽ ബാറിനോട് ടച്ച് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. അപ്പം നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യണം, ഇവിടെ ഒരു ക്ലാസ് നമ്മൾ ഡിഫൈൻ ചെയ്യണം. എന്താണ് ക്ലാസ്? മുകളിൽ നമുക്ക് എന്ത് വേണം, ഒരു സ്പേസ് വേണം. സോ മാർജിൻ ടോപ്പ്, അതിൻ്റെ മാർജിൻ ടോപ്പ് ഒരു 3 പിക്സൽ വേണമെന്ന് ഞാനിവിടെ പറഞ്ഞു കൊടുത്തു. നമ്മൾ സേവ് ചെയ്തു, ഇവിടെ വന്നു കണ്ടോ, ആ ഒരു 3 പിക്സൽ മാർജിന് എന്ത് ചെയ്തു, അത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ CSS ഒന്നും കൊടുക്കാതെ തന്നെ എന്ത് ചെയ്തു, അപ്ലൈ ചെയ്തു. ഇനി നമുക്ക് വേണ്ടത് ഈ ഒരു മൈ ഫസ്റ്റ് ബൂട്ട്സ്ട്രാപ്പ് പേജിൻ്റെ താഴെ ഒരു ബാനർ വേണം അല്ലേ. നമ്മളെല്ലാം വെബ് പേജിനെല്ലാം ഒരു ബാനർ കാണും. അപ്പോൾ നമ്മൾ ബൂട്ട്സ്ട്രാപ്പിൽ വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ബാനർ എന്താണ്, ഇതിൻ്റെ ബാനർ എന്ന് പറയുന്നത് ഈ ഒരു സംഭവമായിരിക്കും. മെയിൻ പേജിൽ വന്നു കഴിഞ്ഞാൽ, ബൂട്ട്സ്ട്രാപ്പിൽ മെയിൻ പേജിൽ വന്നാൽ ഇതാണ് ഇതിൻ്റെ ഒരു ബാനർ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഒരു ചെറിയൊരു ബാനർ നമ്മൾ എന്ത് ചെയ്യാണ്, ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ആ ഇംപ്ലിമെൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താണ്, വളരെ ബൂട്ട്സ്ട്രാപ്പിനെ സംബന്ധിച്ചിടത്തോളം വളരെ എളുപ്പമാണ്. ഞാൻ എന്ത് ചെയ്തു, ഒരു ഡിവിഷനും കൂടിയും അതിൻ്റെ ഉള്ളിൽ ഡിഫൈൻ ചെയ്തു, ഒരു ഡിവിഷൻ ഓപ്പൺ ചെയ്ത് പിന്നെ ഞാൻ എന്ത് ചെയ്തു, ആ ഡിവിഷനെ ക്ലോസ് ചെയ്തു. സോ ഇതാണ് നമ്മളുടെ ഡിവിഷൻ. ഇനി ഞാൻ എന്താണ് പറയുന്നത്, ഒരു ഹെഡിങ് ഇതിൻ്റെ ഉള്ളിൽ ഡിഫൈൻ ചെയ്യാണ്. ജസ്റ്റ് എന്താണ്, ഒരു H1 ടാഗ് ഹായ് ജംബോട്രോൺ എക്സാമ്പിൾ എന്ന് പറഞ്ഞിട്ട് എന്ത് കൊടുത്തു, ഒരു H1 കൊടുത്തു. അതിന് സേവ് ചെയ്തു, തിരിച്ചിവിടെ വന്നു. നമുക്ക് ഇവിടെ ജംബോട്രോൺ എക്സാമ്പിൾ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കാണാൻ വേണ്ടി പറ്റി. ഇനി ഇതാണ് ഇതിൻ്റെ ഒരു പാരൻറ്റ് ഡിവിഷൻ. മെയിൻ പാരൻറ്റ് ഡിവിഷൻ ഇതാണ്, കണ്ടെയ്നറാണ്. ആ കണ്ടെയ്നറിൻ്റെ ഉള്ളിലാണ് ഇപ്പോൾ എല്ലാ ടാഗുകളും നിൽക്കുന്നത്. ഇനി വേറെ എന്ത് ചെയ്തിട്ടുണ്ട്, ഇപ്പോൾ നമുക്കൊരു ജംബോട്രോൺ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തു, ഒരു ഇന്നർ ഡിവിഷൻ ക്രിയേറ്റ് ചെയ്തു. ആ ഡിവിഷൻ്റെ ഉള്ളിൽ ഞാൻ കുറച്ചധികം ഡിവിഷൻസിന് ഇടുകയാണ്. ഇവിടെ ഒരു പാരഗ്രാഫിനെ കൂടി ഞാൻ കൊടുത്തിടുകയാണ്. എന്ത് ചെയ്തു, ഒരു പാരഗ്രാഫിനെയും കൊടുത്തിട്ടു. എന്നിട്ട് എന്ത് പറഞ്ഞാൽ പാരഗ്രാഫിൽ കുറച്ച് കണ്ടൻസ് ഉണ്ട്. ഞാൻ എന്ത് ചെയ്തു, സേവ് ചെയ്തു, ഇവിടെ ക്ലിക്ക് ചെയ്തു. സോ നമുക്ക് എന്ത് കിട്ടി, ഇത്തരത്തിലുള്ള ഒരു കണ്ടൻറ്റ് നമ്മളുടെ വെബ് പേജിലേക്ക് നമ്മൾ കൊടുന്നു. ഇനി നമുക്ക് നമ്മളുടെ ഈ ഒരു വെബ് പേജിൻ്റെ ഈ ഒരു ബാനർ, ഇത്രയും പോർഷനെ നമുക്ക് എന്ത് ചെയ്യണം, ഒരു വെബ് ബാനറായിട്ട് കൺവേർട്ട് ചെയ്യണം. സോ ഇതിൻ്റെ ഈ പാരഗ്രാഫിൻ്റെയും ഹെഡിൻ്റെയും മെയിൻ ഡിവ് ഉണ്ട്, പാരൻറ്റ് ഡിവ് ഉണ്ട്. ആ ഡിവിന് ഞാൻ എന്ത് ചെയ്യാണ്, ഒരു ക്ലാസ് അപ്ലൈ ചെയ്യാണ്. എന്താണ് ആ ഒരു ക്ലാസ്? അപ്പോൾ ഇതിനോട് ടച്ച് ചെയ്തിട്ടാണ് നിൽക്കുന്നതല്ലേ. സോ ഞാൻ എന്ത് പറഞ്ഞു, ക്ലാസ് ഈക്വൽ ടു ഡബിൾ കോട്ട്സിൽ മാർജിൻ ടോപ്പ് 4 എന്ന് പറഞ്ഞു. ഞാൻ എന്ത് ചെയ്തു, അതിനെ സേവ് ചെയ്തു, തിരിച്ചു വന്നു. ഇപ്പോൾ ഉണ്ടോ, അവിടെ ഒരു മാർജിൻ ടോപ്പ് 4, ഒരു 4 പിക്സൽ സ്പേസ് എന്ത് ചെയ്തു, അതിന് കൊടുത്തു. നമ്മളൊരു CSS എഴുതുന്നില്ല, അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു CSS എഴുതുന്നില്ല. ഈ സ്റ്റൈൽ ഷീറ്റ് നമ്മൾ എടുക്കുന്നത് മൂലം അത് ഓട്ടോമാറ്റിക്കായിട്ട് അപ്ലൈ ചെയ്യുകയാണ്. ഇനി നമുക്ക് വേണ്ടത് ഒരു ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുക്കണം. അപ്പോൾ ഇതിന് ഡിഫോൾട്ടായിട്ട് എന്തുണ്ട്, ഇതിൽ ഒരുപാട് ക്ലാസ്സുകളുണ്ട് ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുക്കാൻ വേണ്ടിയിട്ട്. അതിലൊരു ക്ലാസ്സാണ് BG-primary എന്ന് പറയുന്ന ഒരു ക്ലാസ്. നമ്മളതിനെ കൊടുത്തു. അതിന് ഞാൻ എന്ത് ചെയ്തു, സേവ് ചെയ്തു, റീഫ്രഷ് ചെയ്തു. ഇപ്പോൾ കണ്ടോ, നമ്മളുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് കളർ നമുക്ക് എന്ത് ചെയ്തു, ഇൻസെർട്ടായി. മറ്റുള്ള CSSലാണെങ്കിൽ നമ്മൾ സ്റ്റൈൽ ഇടണം, ഡോട്ട് ഇടണം, ക്ലാസ് നെയിം കൊടുക്കണം, പാരന്തസിസ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്ത് അതിൻ്റെ ഉള്ളിൽ ബാക്ക്ഗ്രൗണ്ട് കളർ ഈക്വൽ ടു ബ്ലൂ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ എഴുതി കൊടുക്കണം അല്ലേ. ഇതിനെന്തില്ല, അതിൻ്റെ ആവശ്യമില്ല. ഇനി നോക്കുക, ഇപ്പോൾ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടുമായിട്ട് ടച്ച് ചെയ്തിട്ടാണ് ഈ ടെക്സ്റ്റുകൾ നിൽക്കുന്നത്. അപ്പോൾ ഒരു വിസിബിലിറ്റി എന്താണ്, ഒരു സുഖമായിട്ട് നമുക്ക് തോന്നുന്നില്ല. അപ്പോൾ അതിനെന്താണ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പാഡിങ് കൊടുത്തൂല്ലേ, അതിന് വേണ്ടിയിട്ട് ഇവിടെയുള്ള ക്ലാസ്സാണ് P-5 എന്ന് പറഞ്ഞിട്ട് ഒരു ക്ലാസ് നെയിം കൊടുത്തു. ഞാൻ അതിനെ സേവ് ചെയ്തു, തിരിച്ചു വന്നു. ഇപ്പോൾ നോക്കൂ, അതിനൊരു പാഡിങ് എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ പാഡിങ് കൊടുത്തത് മെയിൻ കണ്ടെയ്നറിനാണ് കേട്ടോ. മെയിൻ കണ്ടെയ്നറിനല്ല നമ്മൾ കൊടുക്കേണ്ടത്, നമ്മളുടെ ഈ കണ്ടെയ്നറിനാണ് കൊടുക്കേണ്ടത്. ഞാൻ വീണ്ടും അതിനെ സേവ് ചെയ്തു, ഇവിടെ വന്നു. വേണ്ടോ, ആ ഒരു ജംബോട്രോണിന് ഇവിടെയും ഒരു 5 പിക്സൽ, ഇവിടെ 5 പിക്സൽ, റൈറ്റ് സൈഡിൽ 5 പിക്സൽ, ബോട്ടത്തിലും എന്ത് ചെയ്തു, ഒരു 5 പിക്സൽ സ്പേസ് അതിന് ആഡ് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് ഇത് ഫുള്ള് ബ്ലാക്ക് കളറിൽ ഒരു സുഖമായിട്ട് നമുക്ക് തോന്നുന്നില്ല. സോ ഞാൻ എന്ത് ചെയ്തു, അതിൻ്റെ ഒരു
ടെക്സ്റ്റ് കളർ മാറ്റാൻ വേണ്ടി പോവാണ്. വളരെ ഈസിയാണ്. അതിൻ്റെ ക്ലാസ് എന്താണ്? ടെക്സ്റ്റ് വൈറ്റ് എന്ന് പറഞ്ഞ ക്ലാസ് ഞാൻ കൊടുത്തു, സേവ് ചെയ്തു, തിരിച്ചു വന്നു കഴിഞ്ഞാൽ കണ്ടോ വളരെ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? നമ്മളുടെ വെബ്സൈറ്റുകൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി നമുക്ക് എന്താണ് ഇവിടെ ഷാർപ്പ് അഡ്ജസ്റ്റ് ഒക്കെ അല്ലേ വരുന്നത്, അതിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് എന്താണ് ക്ലാസ്സുകളുണ്ട്. നമ്മൾ ബോർഡർ റേഡിയസ് എന്ന് പറഞ്ഞിട്ട് എഴുതൊന്നും വേണ്ട, ജസ്റ്റ് റൗണ്ടഡ് എന്ന് എഴുതി കൊടുത്തു കഴിഞ്ഞാൽ എന്താവും? അതിൻ്റെ ആ ഒരു ഷാർപ്പ് എഡ്ജ് പോയിട്ട് കണ്ടോ റൗണ്ടഡ് ആയി. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? നമ്മളുടെ വെബ്സൈറ്റുകളെ വളരെ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ബൂട്ട്സ്ട്രാപ്പ് ഏകദേശം ഞാൻ കുറച്ചൊരു 10-25 ക്ലാസ്സുകളാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. ആ ക്ലാസ് വരുമ്പോഴേക്കും നിങ്ങളത് ഫുള്ള് വാച്ച് ചെയ്യുകയാണെങ്കിൽ ബൂട്ട്സ്ട്രാപ്പിൻ്റെ ക്ലാസ് ഉപയോഗിക്കുന്നതിൽ നിങ്ങളൊരു വലിയൊരു പ്രോ ആയി മാറിയിട്ടുണ്ടാവും. സോ അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനിലാണ് ഞാനും. നിങ്ങളുടെ ഒരു പ്രോ ആക്കി മാറ്റുക എന്നുള്ളതാണ് എൻ്റെയും ഞങ്ങളുടെ ടീമിൻ്റെയും ലക്ഷ്യം. സോ ഗൈസ്, എന്ത് ചെയ്യുക? ഇത്രയും കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുക, ഡെയിലി പ്രാക്ടീസ് ചെയ്യുക, ഡെയിലി കോഡ് എഴുതുക. സോ നമുക്ക് എന്താണ് അടുത്ത ക്ലാസ്സിൽ കാണാം. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.